ഇന്ന് നമുക്കൊരു ഈസി പീസി ചിക്കൻ കറി കണ്ടാലോ? ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തീരും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ആദ്യം നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക, ചിക്കനിന് ആവശ്യമുള്ള ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് അതങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞ് ഒരു മിക്സി എടുക്കുക, അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില എടുക്കുക, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കാന്താരി ആൻഡ് കുറച്ച് വെളുത്തുള്ളി, ഇത്ര ഇടുക. പിന്നെ ഒരു സാധനം കൂടെ വേണം കേട്ടോ, അത് പുതിന ഇലയാണ്. അപ്പം നിങ്ങളുടെ ഇലയായിട്ടാണുള്ളെങ്കിൽ അങ്ങനെ ഇട്ടോളൂ. ഞാൻ യൂഷ്വലി ഇങ്ങനെ പേസ്റ്റ് ആക്കി വെക്കും കൺവീനിയൻസിന് വേണ്ടി. അപ്പം അത് ആവശ്യമുള്ള അത്രയും, അതും ഒരു ചെറിയ കൈപ്പിടിയുടെ അത്രയും മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ മിക്സിയിലിട്ട് അരച്ച് അത് നമ്മുടെ ഈ ചിക്കനിലിട്ടിട്ട് പുരട്ടി ഒരു 30 മിനിറ്റ്സ് വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. എന്നിട്ട് അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ, ഇതിന് ഓയിലായിരിക്കും കേട്ടോ നല്ലത് വെളിച്ചെണ്ണയെക്കാട്ടിലും. അപ്പോൾ ഏത് ഓയിലാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഓയിൽ ഇടുക. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇടുക. ആ ജീരകമൊക്കെ അങ്ങ് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കുഞ്ഞി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നീളത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെയും ആവാം, കുഴപ്പമൊന്നുമില്ല. ഇത് എന്നിട്ട് നല്ലോണം മൂത്ത് വരണം, അതുവരയ്ക്കും നമ്മൾ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇട്ട സവാളയൊക്കെ നല്ലോണം മൂത്ത് വന്നു. ഇനി നമ്മൾ പുരട്ടി വെച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കതിലേക്ക് ഇടാം. പാത്രം ചെറുതായി പോയോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. നല്ല സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം, നോക്കാം. എന്നിട്ട് ആ ഇട്ട ചിക്കൻ നല്ലോണം ഇളക്കി എല്ലാ വശത്തുനിന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി വേറെ ഒരു പണിയില്ല, വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ കുറുകി നമുക്ക് ആവശ്യത്തിന്, ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ചെടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയാണ് ഇടുന്നത്. ഇത്രയും നേരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഒരു മസാല ഇതിലേക്ക് വേറെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇറക്കാറാവുമ്പോഴേക്കും കുറച്ച് ഗരം മസാല ഇടുക, ഒരു ഇത്തിരി നല്ല ജീരകം പൊടിച്ചതിടുക, നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇടുകയാണ്, വേറൊന്നുമല്ല. കസൂരി മേത്തി അതുണ്ടെങ്കിൽ അത് ഇച്ചിരി എടുക്കുക, നല്ലോണം കയ്യിലിട്ടൊന്ന് തിരുമ്മി അതിലേക്ക് ഇടുക, നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ആൻഡ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഇതെല്ലാം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നുകൊണ്ടാണ് കേട്ടോ ഇടണേ. ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ആ ഗരം മസാലയും നല്ല ജീരകം പൊടിച്ച ആ പൊടിയും മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ചപ്പാത്തി വെച്ചു, കുറച്ച് ചിക്കൻ കറി ഇട്ടു. കറി എന്ന് പറയാനില്ല, അവൾക്കധികം ഗ്രേവി വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ അത് കാരണം ചിക്കൻ മാത്രമായിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞത്. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അപ്പം നമ്മുടെ ഒഫീഷ്യൽ ഫുഡ് ടേസ്റ്റർക്ക് കൊടുത്താലോ? നമ്മുടെ വീട്ടിൽ അമ്മുവാണ് കേട്ടോ, എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ആദ്യം പിന്നാലെ ഓടി വരും അത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സംഗതി സക്സസ് ആണ് ഗൈസ്. നിങ്ങളും കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അഭിപ്രായം പറയണേ. Bye.